ഹലോ ഗൈസ്, ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ കോഴിക്കോട് പോയപ്പോൾ അവിടെ ബീച്ച് റോഡിൽ കണ്ടതാണ് ഈ ഡേക്കഡ് സ്മാർട്ട്. ഇത് സൺഡേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഡേക്കഡ് സ്മാർട്ട് പോകണമെന്ന്. അവിടെ ഞാൻ കുറേ ക്യൂട്ട് ഐറ്റംസ് കണ്ടു, ഇതുപോലെയുള്ള പാണ്ട ലീഡ്സും ഇങ്ങനെ. അതിന് തൊട്ടപ്പുറത്ത് തന്നെ പെൻ കളക്ഷനും ഫ്ലഫി കീ ചെയിൻസും ഫ്ലഫീസും നോർമൽ കീ ചെയിൻസും അതുപോലെ ക്ലോക്ക് ടിപ്സും അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ സാധനങ്ങൾ. സ്റ്റിക്കി നോട്ട്സൊക്കെ അപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്ത് ക്യൂട്ട് അറിയോ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതേ ബിൽഡിംഗ് പോലെയുള്ള ബിൽഡിംഗ് ആക്കി ഇങ്ങനെ വെച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടു. അതൊക്കെ ഭയങ്കര ക്യൂട്ടായിരുന്നു. പിന്നെ ഇതാ ഈ ബണ്ണുകളും സ്ക്രഞ്ചീസും ക്ലിപ്സും എല്ലാം കാണാൻ നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയി. സെക്കൻഡ് ഫ്ലോറിൽ ഞങ്ങൾ കണ്ടത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. എന്നുവെച്ചാൽ സ്റ്റിക്കറിൻ്റെ കളക്ഷനായിരുന്നു ഗൈസ്. അവിടെ ഇഷ്ടം പോലെ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. വാഷി ടേപ്പ് റോൾസും അതുപോലെ ക്യൂട്ട് ബുക്സ് അവിടെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു കത്രികയൊക്കെ കാണുന്നത് ക്യൂട്ടാല്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കുറേ ഗ്ലൂകളും സ്റ്റിക്കേഴ്സ് ആയിരുന്നു നമുക്ക് മെയിൻ അവിടുത്തെ ഭയങ്കരമായിരുന്നു. പിന്നെ ജേർണൽ കിറ്റുകൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനതൊക്കെ നോക്കി, പക്ഷേ എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ജേർണൽ കിറ്റുള്ളൂ, ഞാൻ എടുത്തില്ല. പിന്നെ ഈ ഒരു വാഷി ടേപ്പൊക്കെ ഭയങ്കര ക്യൂട്ടായിരുന്നു, ജേർണൽ വാഷി ടേപ്പ്. പിന്നെ പ്ലക്കർ, അതുപോലെ ക്യൂട്ടായിട്ടുള്ള ഇങ്ങനെ സ്റ്റാമ്പ് പോലെയുള്ള സാധനങ്ങളും എസ്തെറ്റിക് ആയിട്ടുണ്ടല്ലേ ഗൈസ്, അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഈ ഒരു ബുക്സ് കാണാനായിരുന്നു എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത്. കാരണം അവിടെ ഇഷ്ടം പോലെ ക്യൂട്ട് ബുക്സ് ഉണ്ടായിരുന്നു. ക്യൂട്ട് മാത്രമല്ല എസ്തെറ്റിക്കും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഗ്ലൂകളൊക്കെ ഞാൻ കണ്ടു. ഞാൻ അവിടെ മെയിനായിട്ട് ക്രോഷ്യ തപ്പാനാണ് പോയത്, പക്ഷെ അവിടെ ക്രോഷ്യ ഉണ്ടായിരുന്നില്ല. കുറച്ച് ദിവസം മുന്നേ അത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ ഈ എല്ലാ ക്യൂട്ട് സാധനങ്ങളും ഉണ്ടെങ്കിലും അതിനൊക്കെ നല്ല വില ഉണ്ട്. പിന്നെ അതാ സ്റ്റിക്കേഴ്സ്, ഒരു ലോഡ് സ്റ്റിക്കേഴ്സ്. വാവ്, കവായി സ്റ്റിക്കേഴ്സ് ഞാൻ കുറേ എടുത്തു, കുറച്ചൊക്കെ എടുത്തു കേട്ടോ, കുറേ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ തേർഡ് ഫ്ലോറിലേക്ക് പോയി. തേർഡ് ഫ്ലോറിലെ ബാഗിൻ്റെ കളക്ഷനായിരുന്നു കഴിച്ചു. ഒത്തിരി ഉണ്ടായിരുന്നു ബാഗ്. ടോട്ട് ബാഗൊക്കെ ഭയങ്കര ക്യൂട്ടായിരുന്നു, കവായി ടോട്ട് ബാഗ്. പിന്നെ ഇതാ ലഞ്ച് ബോക്സുകളൊക്കെ ഞാൻ നോക്കി, പക്ഷേ വില കണ്ടപ്പോൾ ഞാൻ തിരിച്ച് വെച്ചു. പിന്നെ പോം ബോൾസും അതുപോലെ അലാറം, ക്യൂട്ടായിട്ടുള്ള ഫാന്, പിന്നെ മഗ്, ബണ്ണുകൾ, ഇങ്ങനെ പൈപ്പ് ക്ലീനേഴ്സ് മെയിനായിരുന്നു അവിടെ. പൈപ്പ് ക്ലീനേഴ്സിൻ്റെ ഒരു കളക്ഷൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും നമുക്ക് ഓരോന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് സെപ്പറേറ്റ് ആയിട്ട് അവരവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് ആവശ്യമില്ല, കാരണം പൈപ്പ് ക്ലീനറൊന്നും എനിക്ക് ചെയ്യാൻ ടൈം കിട്ടത്തൊന്നുമില്ല. പിന്നെ അവിടെ ഇഷ്ടംപോലെ ഓർഗനൈസർ ഉണ്ടായിരുന്നു കേട്ടോ. ഓർഗനൈസേഴ്സ് കുറേ ഉണ്ടായിരുന്നു, ക്യൂട്ടായിരുന്നു അതെല്ലാം കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ സാധനങ്ങൾ കണ്ടു. അപ്പോൾ ഈ ഡേക്കഡ് സ്മാർട്ട് ഉള്ളത് നമുക്ക് കാലിക്കറ്റ് ആട്ടോ. അപ്പോൾ എല്ലാവരും പോയി നോക്കാം. ബൈ.